Meet the editors. ചോദ്യം ഇതാണ്: ക്രിസ്റ്റൽ ക്ലിയർ തെളിവുകളോ? കർണാടകയിലെ വലിയ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനം, അന്ന് അക്ഷരാർത്ഥത്തിൽ എല്ലാ നാഷണൽ മീഡിയയും ആ വാർത്ത വലിയ രീതിയിൽ കൈകാര്യം ചെയ്തു. ഇന്ന് പക്ഷേ വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ, നാഷണൽ മീഡിയ പലരും ആ ലൈവായിട്ടത് കാണിച്ചതേയില്ല എന്നുള്ളതാണ്. നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിലെ മീഡിയ എല്ലാം ലൈവായിട്ടത് കാണിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ ഏറെക്കുറെ അവഗണിച്ച മട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം ലൈവായി കാണിക്കുന്നതിൽ നിന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി കൺവിൻസിംഗ് ആയ ഫാക്ടേഴ്സ് ഹരിയാനയിൽ പറഞ്ഞു എന്നുള്ളതാണ് ആദ്യ വിശകലനം. ഇത് ക്രിസ്റ്റൽ ക്ലിയർ തെളിവുകളാണോ? ഉറപ്പായിട്ടും ഈ വോട്ട് ചോറി സീരീസിലെ മൂന്നാമത്തെ തെളിവ് കൊണ്ടല്ലാണ്. ഈ മൂന്ന് സന്ദർഭങ്ങളിലും അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നുള്ള ഇത് പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിരുന്നു. കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകളാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ സ്വയം സൃഷ്ടിച്ചതല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകൾ അത് ആവശ്യപ്പെട്ടത് പ്രകാരം അത് കിട്ടാനെടുക്കുന്ന സമയമെടുത്ത് ഒക്കെയാണല്ലോ ആദ്യത്തെ തവണ കർണാടകയിലെ തെളിവുകൾ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മഹാരാഷ്ട്രയിലും പെട്ടെന്ന് വോട്ടർമാരുടെ എണ്ണം എങ്ങനെ കൂടിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഹരിയാനയെ പൂർണ്ണമായും മോഷ്ടിച്ചു എന്ന ആരോപണമാണ് ഇന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ കൃത്യമായ തെളിവുകളുമായിട്ട് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. 25 ലക്ഷം വോട്ടുകളാണ് ചോരി ചെയ്യപ്പെട്ടത്. 25 ലക്ഷം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് 22,000 വോട്ടിനായിരുന്നു ആ പരാജയം, ചെറിയൊരു സംഖ്യയുടെ പരാജയം. മാത്രമല്ല ഹരിയാന വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച സംസ്ഥാനമാണ്. ആ നിലയ്ക്കായിരുന്നു എല്ലാ പ്രവചനങ്ങളും വന്നിരുന്നത്. എക്സിറ്റ് പോൾ അടക്കം ആ രൂപത്തിലാണ് വന്നിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നയാബ് സിംഗ് സയാനി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം, ആ ബൈറ്റ് കൂടി ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ എത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടിയും ചിരിച്ചുകൊണ്ടുമാണ് സയാൻ സംസാരിക്കുന്നതെന്നുള്ളതാണ്. BJP എന്തായാലും സർക്കാർ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴാണ് പറയുന്നത് BJP സർക്കാർ ഉണ്ടാക്കും, ഞങ്ങൾക്ക് മുഴുവൻ സംവിധാനമുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ ആശങ്കപ്പെടേണ്ട വ്യവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. വ്യവസ്ഥ എന്ന് പറയുന്നത് ഹിന്ദിയിൽ, വ്യവസ്ഥ എന്ന് പറയുന്നത് മലയാളത്തിലെ സംവിധാനം. അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വ്യവസ്ഥയുടെ വിവരങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഒന്നടങ്കം വിശദീകരിക്കുന്നത്. നമ്മൾ ഇതിലേറ്റവും രസകരമായ അല്ലെങ്കിൽ കൗതുകരമായ കാര്യം എന്നുള്ളതൊരു ബ്രസീലിയൻ മോഡലിനെ കണ്ടതാണല്ലോ. ആ ബ്രസീലിയൻ മോഡൽ 22 തവണ ഇവർ ഹരിയാനയിൽ വോട്ട് ചെയ്തു എന്നതിൻ്റെ തെളിവാണ്. 22 തവണ അവരുടെ പടം വരുന്നു. 10 ബൂത്തുകളിലായിട്ടാണ് അവർ, പല പേരുകളിലായിട്ടാണ്. ആ പേരുകൾ എന്തൊക്കെയാണ്? സീമ, സ്വീറ്റി, സരസ്വതി, രശ്മി, വിമല, അങ്ങനെയുള്ള പേരുകളിലായിട്ട് 22 ഈ ബ്രസീലിയൻ യുവതി. അപ്പോൾ ബ്രസീലിയൻ യുവതി ഇവിടെ വന്ന് വോട്ട് ചെയ്യുകയാണോ? അങ്ങനെയല്ല. ബ്രസീലിയൻ യുവതിയുടെ പടം വെച്ചുകൊണ്ട് ആർക്കും അവിടെ ചെന്ന് വോട്ട് ചെയ്യാം എന്നൊരു സംവിധാനം ഒരുക്കുകയാണെന്നാണ് പറയുന്നത്. ഇത് ബൂത്ത് തലത്തിൽ നടക്കുന്ന കൊള്ളയല്ല, ഇത് സെൻട്രലൈസ്ഡ് ആയിട്ട് മേലെ തട്ടിൽ നിന്നും വരുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ തുടർച്ചയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട മഹാരാഷ്ട്രയിലും കർണാടകയിലും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതിൻ്റെ അതേ പാറ്റേണാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണുകയാണ് 10 ബൂത്തുകളിൽ 10 ബൂത്തുകളിൽ സംഭവിച്ച കാര്യങ്ങൾ അവർ പറയുന്നു. കേന്ദ്രീകൃത ഓപ്പറേഷനാണ് ഇതെന്ന് പറയുന്നു. ആരോ ഇവരെ മുഴുവൻ പട്ടികയിലും പെടുത്തുന്നു. ആ ആര് എന്നുള്ളത് ആരാണ് കണ്ടെത്തേണ്ടത്? തെരഞ്ഞെടുപ്പ് വളരെ സ്വതന്ത്രമായും സുതാര്യമായും നടത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ രൂപത്തിലല്ല തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്നതിൻ്റെ മൂന്നാമത്തെ ഉദാഹരണം നാളെ ബീഹാർ വോട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തൊട്ട് തലേ ദിവസം അദ്ദേഹം പറയുകയാണ്. അത് പറയുമ്പോൾ അദ്ദേഹം ഈ ഹരിയാനയിലെ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ബീഹാറിലും ഇത് സംഭവിക്കും എന്ന്. ബീഹാറിൽ ഇത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ കുറച്ച് 4 വോട്ടർമാരുമായിട്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലെത്തുന്നത്. ആ 4 വോട്ടർമാർക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അവരെ വോട്ടപ്പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ SIR പ്രകാരമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇവരുടെ ചിലരെങ്കിലും ചെന്ന ശേഷം ഇവരുടെ രേഖ നോക്കി കഴിഞ്ഞ ശേഷം ശരിയാക്കാം എന്ന് പറയുന്നു. പക്ഷേ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ രേഖ ശരിയാവുകയുള്ളൂ എന്നാണ്. ഒരു വികലാംഗൻ എന്ന് പറയാൻ പറ്റില്ല, ഭിന്നശേഷിക്കാരൻ. അപ്പോൾ അദ്ദേഹം വീൽ ചെയറിലാണ് അവിടെ വന്നത്. വീൽ ചെയറിൽ വന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് വോട്ട് നഷ്ടപ്പെടാനുള്ള കാരണമായി പറയുന്നത് സ്ഥലത്തില്ല, മറ്റൊരിടത്ത് ജോലി ചെയ്യണമെന്നാണ് പറഞ്ഞത്. മറ്റൊരിടത്ത് ജോലി ചെയ്യാൻ പോകാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ഇവിടെ പെട്ടിരിക്കുന്ന ഒരാളാണ്, എന്നെ കണ്ടാൽ അറിയില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ 5 ഉദാഹരണങ്ങൾ അവിടെ വരുന്നു. ഇത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. SIR നടപ്പാക്കുന്നത് വോട്ട് ചോരിയുടെ അടുത്ത തന്ത്രമാണ് എന്നുള്ളതാണ് SIRമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുക. അതാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാർ ഇതിനകം തന്നെ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് അവർക്ക്
വിജയിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടാകാം എന്നുള്ള ആശങ്ക രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയാണ്. രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 5,21,000 ഉണ്ട്, ഇൻവാലിഡ് അഡ്രസ്സുകൾ 93,000 ഉണ്ട്, ബൾക്ക് വോട്ടർമാർ 19 ലക്ഷമാണെന്ന് പറയുന്നു. ഇനി ഈ ഫോം 6ൻ്റെയും ഫോം 7ൻ്റെയും മിസ്യൂസ് കഴിഞ്ഞ 2 തെളിവുകളിലും അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണ ആയപ്പോഴേക്കും എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കിട്ടാത്ത വിധത്തിലാക്കി വെച്ചു. അത് ലഭിക്കുന്നില്ല, ആ രേഖ ലഭിക്കുന്നില്ല. അപ്പോൾ ആ രേഖയില്ലാത്ത ടോട്ടൽ വോട്ടർമാരുടെ വോട്ട് ചോരിയുടെ കണക്കാണ് 25 ലക്ഷം എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 25,41,144. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഫോം 6ൻ്റെയും ഫോം 7ൻ്റെയും വിവരങ്ങൾ കൂടി കിട്ടിയിരുന്നെങ്കിലോ ഒരുപക്ഷെ ഇതിലും വലിയ കണക്കാകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന രേഖ പ്രകാരമുള്ള തെളിവുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന തെളിവുകളാണ് ക്രിസ്റ്റൽ ക്ലിയർ തെളിവുകളാണെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആർക്കും വോട്ട് ചെയ്യാവുന്ന രൂപത്തിൽ അത് ഡിസൈൻ ചെയ്തു. അങ്ങനെ ആർക്കും വോട്ട് ചെയ്യാവുന്ന രൂപത്തിൽ അവിടേക്ക് എത്തിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വോട്ടർമാരുടെ പേരുകളടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അത് BJPയുടെ UPയിൽ നിന്ന് വരുന്ന BJP നേതാക്കൾ, BJP പ്രവർത്തകർ, അവർ കൂട്ടമായി വന്ന് ഹരിയാനയിൽ വോട്ട് ചെയ്യുകയാണ്. അങ്ങനെ വോട്ട് ചെയ്യുന്നതിൽ ചില പേരുകൾ പറയുന്നു. ദാൽചന്ദ് BJPയുടെ സർപ്പഞ്ചാണ്. ആ സർപ്പഞ്ച് അവിടുത്തെ മന്ത്രി ലക്ഷ്മിനാരായണനൊപ്പമുള്ള പടം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകനും യശ്വീറിനും ഇവിടെ UPയിലും ഹരിയാനയിലും വോട്ടുണ്ട്. യശ്വീർ പക്ഷേ പലയിടത്തും അച്ഛൻ്റെ പേര് 2ആയി കൊടുക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പ്രീതം സിംഗ് ആണ്, മറ്റൊരിടത്ത് ബാൽകൃഷ്ണനാണ്. ഇനി പ്രഹ്ലാദ് പറയുന്ന മറ്റൊരു സർപ്പഞ്ച് വോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മധുര ഡിസ്ട്രിക്റ്റിലാണ്, ഹരിയാനയിൽ അയാൾക്ക് വോട്ടുണ്ട്. അപ്പോൾ ഹരിയാനയിലും UPയിലും വോട്ടുള്ള 2 BJP നേതാക്കളുടെ പേര് പറയുന്നു. ഇനി ഞങ്ങളിങ്ങനെ ചെയ്യും എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെ കേരളത്തിലെ പ്രിയപ്പെട്ട B. ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റ് ഇവിടെ പ്ലേ ചെയ്തല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഞങ്ങൾ കശ്മീരിൽ നിന്നടക്കം ആളുകളെ എവിടെ 1 വർഷം കൊണ്ട് താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കും, ആരാണ് ചോദ്യം ചോദിക്കാൻ എന്നതാണ് അന്ന് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇതിപ്പോൾ ഇവിടുത്തെ BJP നേതാക്കൾക്കൊന്നും അത് ഏറ്റെടുത്ത് പിന്നീട് അത് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ ചർച്ചയിൽ K. സുരേന്ദ്രൻ ഉണ്ടായത്, അദ്ദേഹത്തോട് ആവർത്തിച്ച് ആ ചോദ്യം വരുന്നെങ്കിലും അദ്ദേഹം അത് പറയുന്നില്ല. അത് ഏറ്റെടുത്താൽ അപകടമാണല്ലോ, പറയുന്നില്ല. പക്ഷേ B. ഗോപാലകൃഷ്ണൻ അന്ന് വീരവാദം മുഴക്കിയെ കൊടുത്ത ആ ബൈറ്റിന് ഇന്ന് കിരൺ റിജിജു മറുപടി നൽകുന്നതാണ്. കിരൺ റിജിജു പറയുകയാണ് അത് കള്ള ബൈറ്റാണെന്നാണ് പറയുന്നത്, ഇത് വ്യാജ ബൈറ്റാണെന്നോ. നമ്മളിതൊക്കെ കേൾക്കുകയും കൊടുക്കുകയും നമ്മുടെ തലക്കെട്ടാവുകയും ചെയ്ത വാർത്തയാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ഇത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇത് നമ്മൾ തൃശ്ശൂരിൽ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ രൂപം ഹരിയാനയിൽ കാണുന്നു എന്നുള്ളതാണ്. ഈ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് മറുപടി പറയുന്നത്? നിങ്ങൾക്ക് പരാതിപ്പെടാൻ സമയമുണ്ടായിരുന്നല്ലോ, പരാതി നൽകിയില്ലല്ലോ എന്നുള്ളതാണ്. എങ്ങനെയാണ് പറയുന്നത്? ഇതാണോ ഒരു മറുപടി? നേരത്തെ ഈ മറുപടി പറഞ്ഞിരുന്നു. നേരത്തെ ഒരു വൈകാരിക പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ 0 അഡ്രസ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? തെരുവിൽ കിടന്നുറങ്ങുന്ന, സ്ട്രീറ്റ് ലൈറ്റിന് താഴെ കിടന്നുറങ്ങുന്ന, വീടില്ലാത്ത പാവങ്ങൾക്ക് പോലും ഞങ്ങളിതാ വോട്ടധികാർ കൊടുത്തിരിക്കും, ഞങ്ങൾ അവരെ കൊണ്ടുപോലും വോട്ട് ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ ആ 0 അഡ്രസ്സിലെ വീട് കണ്ടെത്തി. നല്ല മണിമാളികയാണ്, അതിൽ ആളുടെ പേരുമുണ്ട്. എന്താണ്? വീരേന്ദ്ര, ആളുടെ പേരും പറഞ്ഞു. പക്ഷേ അയാളുടെ പേരറിയാം, ആ വീട് കാണുന്നുണ്ട്, പക്ഷേ മറ്റു വിവരങ്ങൾ കിട്ടുന്നില്ല. അതേപോലെ 60 പേർ, 100 പേരൊക്കെ ഒരു വീടിൽ, 187 പേർ ഒരു അഡ്രസ്സിൽ, ഇതൊക്കെ കാണുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായ മറുപടിയുണ്ട്. ഇതിനൊന്നും മറുപടിയില്ല. ആരോപണങ്ങൾ നേരത്തെ പറയേണ്ടതായിരുന്നു എന്ന് പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാമെന്ന് പറയുക, ഈ ന്യായങ്ങൾ ഒരു മറുപടിയല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ദേശവിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നത്. ദേശവിരുദ്ധൻ എന്ന് വെച്ചാൽ ദേശവിരുദ്ധമായ പ്രവർത്തനത്തിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുന്നത്. ജനാധിപത്യ സംവിധാനത്തെ തകർക്കാതിരിക്കാൻ, നമ്മുടെ ഭരണഘടനയെ തകർക്കാതിരിക്കാനുള്ള വാർത്താ സമ്മേളനങ്ങളാണ് ഈ വാർത്താ സമ്മേളനങ്ങൾ. ഇതൊക്കെ പ്രതിപക്ഷം ഐക്യത്തോടു കൂടി ചെയ്താണ്. നമ്മൾ കണ്ടതാണ് ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് ശേഷം നടന്നിരിക്കുന്ന തെളിവുകൾ നമ്മൾ കണ്ടു. അതിൻ്റെ അടുത്തതാണ് ഈ കണ്ടിരിക്കുന്ന H-ഫയൽസ് എന്ന് പേരിട്ടിരിക്കുന്ന ഹരിയാനയിലെ തെളിവുകൾ. ഇനി വരാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബാണ്. ഹൈഡ്രജൻ ബോംബ് അത് പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ വാരണാസിയിലേക്കായിരിക്കും. ആ ബോംബിന് നമുക്ക് കാത്തിരിക്കാം. അപ്പോഴും രാജ്യവിരുദ്ധനിത, ദേശവിരുദ്ധനിത എന്നുള്ള മറുപടി മതിയാകില്ല. ഓക്കെ, ജിമ്മി, നമുക്കൊപ്പം പിയാസുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പിയാസുനിൽ, ഗുഡ് ഈവനിങ് പിയാസുനിൽ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ആദ്യം മുതൽ അവസാനം വരെ ആദ്യ നിരയിലിരുന്ന് കവർ ചെയ്തത് പിയാസുനിലാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ദേശീയ മാധ്യമങ്ങളിലെ പ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും തത്സമയം ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് കവർ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഡെസ്കിലിരുന്ന് നമ്മൾ നോക്കുമ്പോൾ പല ദേശീയ മാധ്യമങ്ങളും അത് ലൈവ് ആ സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളാണത് ലൈവായിട്ട് കൊടുത്തത്, മീൻസ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ. രാഹുൽ ഗാന്ധിക്ക് ക്രിസ്റ്റൽ ക്ലിയറായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചോ പിയാസുനിൽ? സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിട്ട തെളിവുകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ
അത് വിശദമായി പരിശോധിച്ചുള്ള വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. അതായത് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊണ്ട് വെച്ചിട്ടല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടിയ വോട്ടർ പട്ടിക തന്നെ പരിശോധിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്നത്. ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധമുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്ന തരത്തിൽ ഉള്ള കൃത്യമായ വിവരങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് ഒരു ഉന്തുവണ്ടിയുടെ സഹായത്തോടെയാണ് ഈ ഡോക്യുമെന്റുകളൊക്കെ വലിച്ച് ഇങ്ങനെ സ്റ്റേജിലേക്ക് വരുന്നത് കണ്ടത്. മാത്രമല്ല ഇതെല്ലാം വലിയ അടുക്കുകളായിട്ടുള്ള രേഖകളാണ്. അപ്പോൾ എത്രത്തോളം വോട്ട് അവിടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ രേഖകൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനം നടന്നത്. മാത്രമല്ല 2 മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം അവരോട് വായിക്കാൻ പറഞ്ഞു, ഓരോ പേരുകളും വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പേരുകൾ ഇങ്ങനെ വോട്ടർ പട്ടികയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് മാധ്യമ പ്രവർത്തകർ കൗതുകത്തോടെ വായിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി വിവരങ്ങൾ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവിടുക തന്നെയാണ് ചെയ്തത്. ഇതിൽ ഓരോ കാര്യങ്ങൾ പരിശോധിച്ചാലും ഏറ്റവും പ്രധാനപ്പെട്ടത് റാൻഡമായിട്ടാണ് പരിശോധിച്ചത്. അതിൽ ബഹദൂർ ഷാ, അതുപോലെ തന്നെ ഹോദൽ, റായി ഇങ്ങനെയുള്ള കുറേ മണ്ഡലങ്ങളാണ്. അതിൽ ബഹദൂർ ഷാ മണ്ഡലത്തിൽ BJP ജയിച്ച മണ്ഡലമാണ്. ഏതാണ്ട് 1,45,000 വോട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് റാവു നർബീർ സിംഗിന് അവിടെ ലഭിച്ചത്. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വർദ്ധൻ യാദവിന് 84,758 വോട്ടാണ് ലഭിച്ചത്. ഇവിടെ ഈ മണ്ഡലത്തിൽ ബഹദൂർഷാപൂർ മണ്ഡലത്തിലെ ഈ വോട്ടർ പട്ടിക കൃത്യമായി രാഹുൽ ഗാന്ധി കാണിക്കുന്നുണ്ട്. അതിൽ കാണിക്കുന്ന പലയിടത്തും നോക്കിയാൽ 200-ഉം 300-ഉം വോട്ടുകൾ ഒരാളുടെ പേരിലാണ്, ഒരേ മേൽവിലാസത്തിലാണ്. അതുപോലെ തന്നെ ചില നേതാക്കളുടെ വീടുകളിൽ 60-ഉം 70-ഉം പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നേരത്തെ മഹാദേവപുരയുമായി ബന്ധപ്പെടുത്തി ഇതിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ കൃത്യമായ ആളുകളുടെ പേരുകളാണ്, അതായത് BJP നേതാക്കളുടെ പേരുകൾ, അതുപോലെ തന്നെ UP യിൽ നിന്നുള്ള മന്ത്രിയുടെ പേര്, അതുപോലെ അവിടുത്തെ UP യിലെ BJP നേതാവിൻ്റെ പേര്, അങ്ങനെ കൃത്യമായ ആളുകളുടെ ചിത്രവും പേരും ഒക്കെ വളരെ കൃത്യമായി അവരുടെ അച്ഛന്മാരുടെ പേരുകളൊക്കെ തന്നെ കൃത്യമായി നൽകിക്കൊണ്ടുള്ള വിവരങ്ങളാണ്. മാത്രമല്ല ബ്രസീലിയൻ മോഡൽ, ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞെട്ടിയില്ലേ, ഇത് ഷോക്കിംഗ് അല്ലേ എന്നൊക്കെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഈ വാർത്താ സമ്മേളനത്തിൽ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഞെട്ടാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം രാഹുൽ ഗാന്ധി വളരെ നാടകീയമായിട്ടാണ് ഈ ഒരു റഷ്യൻ മോഡൽ, ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം കാണിച്ചിട്ട് ഇതാരാണ് നിങ്ങൾ ഗസ് ചെയ്യൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആസാമിയാണോ അതോ ബംഗാളിയാണോ അതോ ഹരിയാനയാണോ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ നാടകീയമായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. ഏതായാലും ഈ ബ്രസീലിയൻ മോഡൽ ഇതിനകത്ത് കയറി എന്നത് തീർച്ചയായും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. അതും 22 ഇടത്താണ്, 10 ബൂത്തുകളിലായി 22 ഇടത്ത് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വെച്ചുകൊണ്ട് വോട്ട് അനുവദിച്ചിരിക്കുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് ഇന്ത്യ രാജ്യത്തെ ഒരു വളരെ സുതാര്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള വോട്ടർ പട്ടികയിലാണ് ഇതുപോലെ ക്രമക്കേട് നടക്കുന്നത്. അത് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തു കാട്ടുകയാണ്. അത് ഓരോ മണ്ഡലങ്ങളിൽ പരിശോധിച്ചാൽ പോലും. അതുപോലെ തന്നെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 8 മണ്ഡലങ്ങൾ, അതായത് 8 സീറ്റുകൾ കൂടി കിട്ടിയാൽ ഹരിയാനയിൽ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം തേക്കാമായിരുന്നു. ആ 8 സീറ്റുകൾ നോക്കിയാൽ 32 മുതൽ 4,600 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ആ സീറ്റുകൾ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നത്. 3.5 ലക്ഷം വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ വോട്ടർമാരിൽ ചിലരെ ഇന്ന് രാഹുൽ ഗാന്ധി അവരുടെ നേരിട്ടുള്ള പ്രതികരണങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചിരുന്നു. അവരുടെ വോട്ടുകൾ കട്ട് ചെയ്തു. അപ്പോൾ ഈ 3.5 ലക്ഷം വോട്ടുകളിൽ ഭൂരിഭാഗം വോട്ടുകളും കോൺഗ്രസിന്റെ വോട്ടുകളാണ് എന്നുകൂടി കോൺഗ്രസ് അവകാശപ്പെടും. കഴിഞ്ഞ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനു മുൻപ് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വോട്ടിലുണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് 25% ഗ്രോത്താണ്. അതേസമയം അതിൻ്റെ നേരെ പകുതിയിൽ താഴെയാണ് BJP സ്ഥാനാർത്ഥികളുടെ വോട്ടിലുണ്ടായിട്ടുള്ള വളർച്ച എന്നത്, വോട്ട് ശതമാനത്തിന്റെ വളർച്ച എന്നത്. അത് തന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഹരിയാനയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഈ ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2024 ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ 2024 ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഞാൻ നേരിട്ട് പോയി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 ഹരിയാനയിലെ ഏതാണ്ട് എല്ലാ മേഖലയിലൂടെയും ഞാൻ യാത്ര ചെയ്തതാണ്. അന്ന് എനിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ് ഹരിയാന BJPക്കെതിരെ തിരിയുന്നു എന്നതാണ്. 9 സീറ്റിലാണെന്ന് ഹരിയാനയിൽ കോൺഗ്രസ് മത്സരിച്ചത്. അവിടെ 5 ഇടത്ത് കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു. ആം ആദ്മി പാർട്ടിയുമായി ധാരണയുണ്ടായിരുന്നു. ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ചു, പക്ഷെ വിജയിച്ചില്ല.
BJP-ക്ക് കിട്ടിയതും 5 സീറ്റ് മാത്രമാണ്. അങ്ങനെ കോൺഗ്രസിനും BJP-ക്കുമായി 5 സീറ്റുകൾ വീതമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കിട്ടിയത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ ചിത്രം ആകെ മാറുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അതേ പ്രതികരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പല ഗ്രാമങ്ങളിൽ എനിക്ക് കിട്ടിയത്. സംസ്ഥാനത്ത് ശക്തമായ BJP വിരുദ്ധ വികാരം അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമുക്കറിയാലോ, വോട്ടെടുപ്പിന് ശേഷം വന്നിട്ടുള്ള എക്സിറ്റ് പോൾ പരിശോധിച്ചാൽ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അധികാരം കിട്ടും എന്നാണ് പ്രവചിച്ചത്. പക്ഷേ ഫലം അങ്ങനെയായിരുന്നില്ല. BJP-ക്ക് വിജയമായിരുന്നു. BJP 48 സീറ്റുകളുമായി ഹരിയാന പിടിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഏതായാലും ഇത് വലിയ സംശയം അന്നു മുതൽ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. തൊട്ടു പിന്നിലാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലവും BJP NDA സഖ്യത്തിന് അനുകൂലമായി വന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ സംശയമായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതിൽ നിന്നൊക്കെ തന്നെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തുറന്നു കാട്ടുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് ശാസ്ത്രീയമായി ഇത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാനുള്ള 100% ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം ശക്തമായി നിലനിൽക്കേണ്ടതിന്റെ അത്യാവശ്യ ഘടകം അത് നിലനിർത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. അതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. നിയമപരമായ ബാധ്യതയും ഭരണഘടനാപരമായ ബാധ്യതയുമാണ്. ഒരുപാട് കാലമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നതാണ് CCTV ദൃശ്യങ്ങൾ നൽകൂ എന്നത്, ഈ വോട്ടെടുപ്പിന്റെ CCTV ദൃശ്യങ്ങൾ നൽകൂ എന്നത്. പക്ഷേ നൽകാനാകില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. അതിപ്പോഴും തുടരുകയാണ്. ഇതുപോലെ തന്നെ മറ്റ് പല രേഖകളും ആവശ്യപ്പെടുമ്പോൾ അത് നൽകാൻ പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മറയ്ക്കാനുള്ളത് എന്നത് തീർച്ചയായും വലിയ ചോദ്യം തന്നെയാണ്. ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെയുള്ള സാഹചര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. ഇനി SIR ശക്തമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കൂടി ഒരുപക്ഷെ ഈ ഹരിയാനയിലെ തട്ടിപ്പ് അതേപോലെ ബീഹാറിൽ നടപ്പാക്കുന്നുണ്ട് എങ്കിൽ അവിടെയും സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ബീഹാറിൽ BJP ബീഹാർ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും ഈ ഒരു വോട്ട് തട്ടിപ്പിലൂടെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായ വിഷയമാണ്, ഗൗരവമായ നിരീക്ഷണമാണ്. അപ്പോൾ വലിയ ആശങ്കയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നത്. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, സുപ്രീം കോടതിക്കുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു. ജിമ്മി, ക്രിസ്റ്റൽ ക്ലിയറായി രാഹുൽ ഗാന്ധിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചോ? ഈ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 പത്രസമ്മേളനങ്ങൾ എന്തായിരുന്നു? കഴിഞ്ഞ 4 മാസത്തിനിടെ 3ാമത്തെ വാർത്താ സമ്മേളനമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൽ ഒന്ന് ഓഗസ്റ്റിലാണ്, മറ്റേത് സെപ്റ്റംബറിലാണ്, ഇപ്പോൾ നവംബറിൽ. ആദ്യത്തെ 2 പത്രസമ്മേളനങ്ങളിൽ രാജ്യം എങ്ങനെ ഞെട്ടിയോ ഈ 3ാമത്തെ പത്രസമ്മേളനം ആകുമ്പോഴേക്കും രാജ്യം ഞെട്ടിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ വ്യാപ്തി മാത്രമേ നമുക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. വളരെ വ്യക്തമായി, വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ കർണാടകത്തിലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് വോട്ടുകൾ തകിടം മറിച്ചതെന്നും 1 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ എങ്ങനെയാണ് BJP കൂട്ടിയതെന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോഴേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായതാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ വരുമ്പോൾ കർണാടകത്തിലെ തന്നെ ആലന്ദ് ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് വോട്ടുകൾ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നത്, ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എങ്ങനെയാണ് 1 ലക്ഷം വോട്ടുകൾ കൂട്ടിയത് എന്നാണെങ്കിൽ BJPയുടേത്, 2ാമത്തെ വാർത്താ സമ്മേളനത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞത്. അന്ന് പ്രതികരിക്കാതിരുന്ന, അന്ന് പുച്ഛിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞു, അതിൻ്റെ വിശദാംശങ്ങൾ എന്ത് എന്നുള്ളതല്ല എൻ്റെ വിഷയം. രാഹുൽ ഗാന്ധി ഇതുവരെ പറഞ്ഞതിനോട് എങ്ങനെയാണ് രാജ്യത്തെ ഭരണപക്ഷം, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത് എന്നുള്ളതാണ് വിഷയം. കഴിഞ്ഞ 2 പത്രസമ്മേളനങ്ങളിലും പറഞ്ഞ തെളിവുകൾ ഏതെങ്കിലും ഒന്ന് വ്യാജമാണെന്ന് തെളിഞ്ഞില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ പോയി കൂടുതൽ തെളിവുകൾ പുറത്തിടുകയായിരുന്നു. ഒരു വീട്ടിൽ 40, ചില വീട്ടിൽ 100 വ്യാജമായി. അന്ന് ഏതൊരു മഹാശ്വേത, ഏതൊരു ദേവിയുടെ പേരായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? അതെ, അവരുടെ പേര് വെച്ചിട്ടായിരുന്നു ഫോട്ടോഗ്രാഫിൽ. ഇന്ന് ഒരു ബ്രസീലിയൻ മോഡലാണ് 22 വോട്ട് 10 ബൂത്തുകൾ നടത്തിയിരിക്കുന്നത്. വിഷയം ഒരുപോലെ തന്നെയാണ്. ഇത്തവണ പക്ഷേ വ്യാപ്തി കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു നിയമസഭാ മണ്ഡലവും അത് കഴിഞ്ഞ് അലന്ത് എന്ന് പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിലുമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചതെങ്കിൽ ഇന്ന് ഒരു സംസ്ഥാനത്തിൽ തന്നെ മൊത്തം വോട്ടുകൾ എങ്ങനെ മറിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. 8ൽ 1 കള്ളവോട്ട് എന്നുള്ളതാണ് പറഞ്ഞത്. 25 ലക്ഷം വോട്ടുകൾ മറിഞ്ഞു. 2 കോടിക്ക് മുകളിൽ ജനസംഖ്യയുണ്ട് ഹരിയാനയിൽ. അതിൽ 8ൽ 1, 25 ലക്ഷം വോട്ടുകൾ മറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് അദ്ദേഹം ഹാജരാക്കിയത്. ആദ്യത്തെ 2 വാർത്താ സമ്മേളനങ്ങളിലും അദ്ദേഹം പറഞ്ഞ അതിൽ പ്രത്യേകിച്ച് അലന്ത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്ത്യയെ ഞെട്ടിച്ചതാണ്. 6000 ചില്ലുവാനം വോട്ടുകൾ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നു, അത് പിടിക്കപ്പെട്ടു. അതാണ് അദ്ദേഹം പറഞ്ഞത്.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര വിശദമായിട്ടാണ് എത്ര വിദഗ്ധമായിട്ടാണ് ഈ കാര്യത്തിൽ വോട്ടുകൾ ക്യാൻസൽ ചെയ്യാനുള്ള പരിപാടി നടന്നത്. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് 4 മണിക്കൊക്കെയാണ് പെട്ടെന്ന് ആർക്കോ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം എൻ്റെ വോട്ടൊന്ന് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ വോട്ടുകൾ ക്യാൻസലായി പോവുകയാണ്. ഈ യുക്തി മനസ്സിലാകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്ന് ഇത് ഉന്നയിച്ച വേറൊരു പ്രധാനപ്പെട്ട വാദമുണ്ടായിരുന്നു. ശരി, ഇതിൽ ഫോളോ അപ്പ് എന്താണ്? കർണാടകത്തിൽ സർക്കാരുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ സർക്കാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഇന്ന് ഉത്തരവുണ്ട് കേട്ടോ. അതായത് ഇന്ന് കർണാടകത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്ന് ഇതിൻ്റെ പേരിൽ രൂപീകരിച്ചിരുന്നു. BJP ഒരു പ്രധാനപ്പെട്ട നേതാവ് സുഭാഷ് ഗുപ്തദാർ ഇന്നൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അതായത് അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിശദമായ പരിശോധന നടത്തുകയാണ്. ഒരു സ്ഥലത്ത് റെയ്ഡ് ചെയ്ത് ഇത് സംബന്ധിച്ച നിരവധി ഫോം 7കൾ, ഈ ഫോം 7 വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരുടെ വോട്ട് ക്യാൻസൽ ചെയ്യാനായി കൊടുക്കുന്ന ഫോം, ഉപയോഗിക്കുന്ന ഫോം. അത് 6018 ഇത്തരം ഫോം 7കൾ കണ്ടെടുത്തു. SITയുടെ അന്വേഷണം പോകുന്ന പോക്ക് തന്നെ ഒരു സെൻട്രലൈസ് സ്കീം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. അതനുസരിച്ച് ഒരു വോട്ട് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് 80 രൂപ കിട്ടുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഈ പരിപാടി നടന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതിൻ്റെ പേരിൽ ഇപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുത്ത് BJPക്കാർ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ വെറുതെ വായുവിലോ വെള്ളത്തിലോ വരച്ച വരയായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അന്വേഷണം നടക്കുന്നു, BJP ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുക്കുന്നു, റെയ്ഡുകൾ നടക്കുന്നു, കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒരു സെൻട്രലൈസ് സംവിധാനം അലന്തിലെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി കോടതിയിൽ കേസ് വരട്ടെ, കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്, കോൺഗ്രസ് സർക്കാർ രാഹുൽ ഗാന്ധിയുടെ തെളിവുകൾ കള്ളമാണെന്ന് പറയുമോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ആരോപണം കളവാണോ എന്ന് നമുക്ക് ചോദിക്കാം. ശരി, ഇത് വരട്ടെ. പക്ഷേ ഈ 2 വാർത്താ സമ്മേളനങ്ങളും നടന്നു കഴിഞ്ഞ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനോട് പ്രതികരിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തൊരു വികലമായിട്ടാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ എഴുന്നേറ്റ് ചോദിച്ച ചോദ്യങ്ങൾക്ക് പിന്നെ മറുപടിയേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനവും ഉണ്ടായില്ല ഇത് സംബന്ധിച്ച്. ഇത്തവണയും രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നേരത്തെ തയ്യാറാക്കി വെച്ചതുപോലെ എല്ലാം കള്ളം. രാഹുൽ ഗാന്ധിയുടെ ഒന്നാമത്തെ ആരോപണം കള്ളം, രണ്ടാമത്തത് കള്ളം. അതിങ്ങനെ പ്രിൻറ്റഡ് ഫോം പോലെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി എത്ര വാർത്താ സമ്മേളനം നടത്തിയാലും ഇതേ വാർത്താക്കുറിപ്പ് തന്നെ പുറത്തു വരികയും ചെയ്യും. പ്രശ്നം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഹുൽ ഗാന്ധി എത്ര പറഞ്ഞാലും അത് ശരിയല്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ചോദ്യം. അത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടല്ല. 2018 നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിന് മുകളിൽ ഒരിക്കലൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നാൽ സർക്കാരിന് മുകളിൽ അധികാരമുള്ള ഒരു സംവിധാനമാണ്. തൊടാൻ പറ്റില്ല ഒരു സംവിധാനത്തിനും. കോടതിക്ക് പോലും ബുദ്ധിമുട്ടാണ് അതിനകത്തെ അംഗങ്ങളെ പിടിക്കാൻ. അത് നമ്മുടെ നാട്ടിലെ രീതി പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നത്. ആദ്യം 1 പിന്നീട് അത് 3. 2018 എന്താണ് ചെയ്തത്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം ചീഫ് ജസ്റ്റിസ് അതങ്ങെടുത്ത് കളഞ്ഞു. അതിനുശേഷം പ്രധാനമന്ത്രിയും സർക്കാരിൻ്റെ ഒരു നോമിനിയും പ്രതിപക്ഷ നേതാവും. അപ്പോൾ ശരിയായല്ലോ. 2018 വേറൊരു യുക്തി കൂടി ഉണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവില്ല, കൃത്യമായ ഭൂരിപക്ഷം പ്രതിപക്ഷത്ത് ആർക്കും ഇല്ലായിരുന്നു, പ്രതിപക്ഷ നേതാവില്ല. ചുരുക്കത്തിൽ അപ്പനും ഞാനും സുമതിയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്ന് മുതൽ രാജ്യത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത്. അന്ന് ബാക്കിയുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമുക്ക് ഓർമ്മയുണ്ടാവും, അശോക് ലവാസയുടെ ഭാര്യയ്ക്കെതിരെ, മകനെതിരെ അന്വേഷണം നടത്തി അയാളെ ഈ രാജ്യത്തിന് പുറത്തേക്ക് ഓടിച്ച ഒരു കഥ ഇന്ത്യ മറന്നിട്ടുണ്ടാവില്ലല്ലോ. എന്തായിരുന്നു പ്രശ്നം? 2019 പത്താനിലെ മോദിയുടെ 4 തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കോഡ് ഓഫ് കണ്ടക്റ്റിന് എതിരാണ് എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ പിടിച്ചുവെച്ച ഇന്ത്യൻ എയർഫോഴ്സ് വൈമാനികനെ തിരിച്ചുവിട്ടില്ലെങ്കിൽ ഞാൻ ശരിയാക്കി കളയുമെന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചതാണെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ പ്രവർത്തികളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ആക്ഷേപം. അന്ന് പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ തയ്യാറായില്ല അശോക് ലവാസ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിനു മുമ്പ് ലിങ്തോയെ എങ്ങനെയാണ് ഓടിച്ചത്? അയാളുടെ മതം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ലിങ്തോയ്ക്കെതിരെ വിമർശനം ഉണ്ടായത്. ചുരുക്കത്തിൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ, ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വേട്ടയാടുന്നതിൽ സർക്കാരിൻ്റെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ സംശയാസ്പദമാണ്. ഇപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ മാത്രം വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രൂപീകരിച്ച് വെച്ചിട്ട് അവരുടെ വേണ്ടപ്പെട്ട ആളെ വെച്ചിട്ട് ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും. ഇനിയെങ്കിലും ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ആരോപണങ്ങളോട് ആത്മാർത്ഥമായി പ്രതികരിക്കാൻ ഒരു അന്വേഷണം, പേരിനെങ്കിലും ഒരു അന്വേഷണം. രാഹുൽ ഗാന്ധി പോട്ടെ, രാഹുൽ ഗാന്ധിയുടെ അലൻ ഫയൽസ് 2ാമത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം കർണാടകത്തിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പോയി ഓരോ തെളിവുകളും
ആരോപണങ്ങളും ശരിയാണെന്ന് പറഞ്ഞതല്ലേ, വീടുകൾ കണ്ടുപിടിച്ചതല്ലേ, അഡ്രസ്സുകൾ കണ്ടുപിടിച്ചതല്ലേ. 10-ൽ കൂടുതൽ വോട്ട് ഒരു വീട്ടിലുണ്ട് എന്ന് മനസ്സിലായാൽ അത് ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണമെന്നുള്ളത് വ്യക്തമായ ചട്ടമാണ്. ഇപ്പോൾ ഇവിടെ ഇത്തവണ നമുക്ക് വന്നത് 200-250 വോട്ട് BJPയുടെ ഒരു നേതാവിൻ്റെ അഡ്രസ്സിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒരു വീട്ടിൽ പലതവണയായി വാടകക്കാർ വന്ന് പോയിട്ടുണ്ടാവും. 200 പേർ മാറി വരുന്ന വാടകക്കാർ മാറി വരുന്ന വീടുണ്ടല്ലോ, അത്ഭുത വീടാണ്. അപ്പോൾ അതൊക്കെ നടക്കുന്നു, അതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസത്തിലാണ് എൻ്റെ ഇവിടെ പ്രശ്നം. രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നതേയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് പ്രതികരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്, ഇതുവരെ അത് അന്വേഷിക്കാൻ തയ്യാറാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്, ഇതൊന്നും ഇനി എന്ത് വാദം പറഞ്ഞാലും, ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞത് കളവാണെന്ന് തന്നെ ഇരിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ജനം വിശ്വസിക്കില്ല. കാരണം ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണെന്ന് പറയുന്നത് പോലെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത തകർന്നു പോയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. കമ്മീഷനെതിരെ ആരെന്ത് പറഞ്ഞാലും അത് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അത് അങ്ങനെ കൊണ്ട് എത്തിച്ചത് ഇവിടുത്തെ സർക്കാരിന് വേണ്ടി എന്ത് പണിയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയോ? ഒരു സംസ്ഥാനം തന്നെ തട്ടിയെടുത്തു എന്നാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കാരണം വോട്ട് ചോരിയിൽ നിന്നും സംസ്ഥാന വോട്ട് ചോരിയിലേക്ക് BJP കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്താണ് കാരണം എന്നറിയോ? ഈ മനോഹർലാൽ ഖട്ടറിനെ ആദ്യത്തെ മുഖ്യമന്ത്രി 2019 തുടങ്ങി 2024 വരെ ഉണ്ടായിരുന്ന 2020 തുടങ്ങി 2025 വരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ മാറ്റിയിട്ടാണ് ഈ സൈനേനെ കൊണ്ടുവരുന്നത്. സൈനേനെ എന്തിനാണ് കൊണ്ടുവരുന്നത്? അവിടെ വലിയ രീതിയിൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കി BJP ആണ് മനോഹർലാൽ ഖട്ടറിനെ മാറ്റുന്നത്. അപ്പം ആ സമയത്ത് അതുകൊണ്ടാണ് 2024 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് 0-ൽ നിന്ന് 5-ലേക്ക് കുതിച്ചു BJP. 25% വോട്ട് വർധന ഉണ്ടാക്കി. 25%ആയിട്ടാണ്, 1, 2, 10, 15, 20 അല്ല, 25%. അപ്പോൾ 4-1% വോട്ട് വർധന ഉണ്ടാക്കി 10-ൽ നിന്ന് 5 സീറ്റിലേക്ക് വന്ന കോൺഗ്രസ് 0-ലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, 0-ൽ നിന്ന് 5-ലേക്ക് കയറി വന്നു. അപ്പോൾ അത്രയും വലിയൊരു കുതിപ്പ് നടത്തി കഴിയുമ്പോൾ അവിടെ എന്തോ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്നും അത് വലിയ രീതിയിൽ വോട്ടായി മാറുമെന്ന് വിചാരിച്ച് അതിനനുസരിച്ച് കോൺഗ്രസ് അങ്ങനെ ഒരു 0-ൽ നിന്ന് 5-ലേക്ക് വരുമ്പോൾ അവിടെ ഒരു വേവ് ഉണ്ടാവും. ആ വേവിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ മാറ്റം കോൺഗ്രസ് അവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ ഉറപ്പ് അവിടെ ഒരു കോൺഗ്രസിന് അനുകൂലമായ തരംഗം ഉണ്ടായിരുന്നു എന്നുള്ളൊരു നിലയിലേക്ക് കോൺഗ്രസ് വരാനുള്ള കാരണം. അങ്ങനെ കോൺഗ്രസ് വന്നതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? അത് കോൺഗ്രസ് വന്നതുള്ളത് മാത്രമല്ല, അത് കഴിഞ്ഞ് 5 മാസത്തേക്ക് അപ്പുറത്തേക്കാണ് നിയമസഭാ ഇലക്ഷൻ വരുന്നത്. 5 മാസം, പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും 3.5 ലക്ഷം വോട്ടം കട്ട് ചെയ്ത് കളഞ്ഞു. ആരെ വോട്ടം കട്ട് ചെയ്തെന്നറിയോ? കോൺഗ്രസ്സുകാരുടെയും ഇന്ത്യ മുന്നണിയുടെയും 3.5 ലക്ഷം വോട്ടം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എത്ര? 0.6%-നാണ് തോൽക്കുന്നത്. വെറും 37 സീറ്റ് കോൺഗ്രസ് പിടിച്ചു. 45 സീറ്റാണ് വേണ്ടത് അവിടെ. BJPക്ക് ജയിക്കാൻ കേവല ഭൂരിപക്ഷം 45 സീറ്റാണ്. 47 സീറ്റിലേക്ക് മാത്രമാണ് 48 സീറ്റിലേക്ക് 2 സീറ്റ് മാത്രം കൂടുതൽ കിട്ടി. BJP അവിടെ അധികാരത്തിൽ വരികയാണ്. അപ്പം ഈ 2% കിട്ടി, 2 വോട്ട് കുടുംബം 0.6% മാത്രം വ്യത്യാസം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 മാസം മുന്നേ നടന്ന ഇലക്ഷനിൽ 25% ഹൈപ്പ് ഉണ്ടാക്കിയ കോൺഗ്രസ് 0.6% മാത്രം തോൽക്കുക എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അത് സാധാരണ അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്ന കാര്യമായിരിക്കുമല്ലോ ഇത്. പിന്നെ എന്താണ് സംഭവം? ഒരു വീട്ടിൽ 500 പേർക്ക് വോട്ട്. അത് ജിമ്മി സാർ നേരത്തെ പറഞ്ഞാൽ ഒരു വീട്ടിൽ 500 പേർ, ഒരു വീട്ടിൽ നമ്പറിൽ 10 വോട്ടിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥൻ നേരിട്ട് വന്ന് ഇൻഡിവിജ്വലി വെരിഫിക്കേഷൻ നടത്തിയിട്ട് മാത്രമേ ഈ വോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അവിടെയാണ് ഒരു വീട്ടിൽ 500 വോട്ട്, 200 വോട്ട്, 100 വോട്ട്, 60 വോട്ട്. ഓരോ വീടുകളിലാണ്, ഓരോ വീട് നമ്പർ സെലക്ട് ചെയ്യും. എന്നിട്ട് എന്താണ് ഈ ബ്ലറായ രീതിയിൽ ഫോട്ടോ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഫോട്ടോ ബ്ലറായി കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്ത്രീക്ക് വന്ന് കാണാമല്ലോ. അപ്പം ഏതാണ് ഈ പറഞ്ഞ ബ്രസീലിയൻ യുവതിയുടെ ഒരു ബ്ലർ ചെയ്ത ഫോട്ടോ കൊടുത്തേക്കുന്നത്? അവരാരൊക്കെയാണ് ചെയ്യുന്നത്? അത് ലക്ഷ്മി, സരസ്വതി, വിമല, സ്വീറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യത്തിൽ കേൾക്കുന്ന പോലെയുള്ള പേരുകളൊക്കെ ഇട്ടേക്കാണ്. എന്നിട്ട് ഈ പേരുകളിട്ടിട്ട് അവർ വന്നിട്ട് വോട്ട് ചെയ്തുകൊണ്ട് പോവാണ്. നോക്കിയാൽ എന്താണ് ഈ വോട്ടർ ID നോക്കിയാൽ മനസ്സിലാവില്ല, കാരണം ഫോട്ടോ ക്ലിയർ അല്ല. അപ്പോൾ ഏകദേശം ഒരു സ്ത്രീ രൂപമുള്ള ആൾ വരുന്നു, വോട്ട് ചെയ്തു, തിരിച്ചു പോകുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, വോട്ട് ചെയ്തു. ഒരു സ്ത്രീ 20 ബൂത്തിൽ പോയിട്ട്, അല്ല 10 ബൂത്തിൽ പോയിട്ട് 20 വോട്ട് ചെയ്തേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വോട്ട് കൊള്ള നടത്താൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടു നിന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പം അതിനെന്താ തെളിവില്ലെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇങ്ങനെ ഒരു വേവില്ല. ഒരു 5 മാസം മുന്നേ 25% വോട്ട് കിട്ടിയ കോൺഗ്രസ്സിന് അവിടെ ആ ഒരു തരംഗമില്ല. 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 വോട്ട് കൂട്ടി.
മനസ്സിലായി? 5 സീറോയിൽ നിന്ന് 5 പാർലമെൻറ്റ് ഇലക്ഷൻ 5 സീറ്റ് പാർലമെൻറ്റ് പിടിച്ചൊരു സ്ഥലത്ത് ഒരു വേവും ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? അപ്പോൾ അത് തെളിവുണ്ടല്ലോ. ആ തെളിവ് വെച്ചിട്ടാണ് ഓരോ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഈ മണ്ഡലങ്ങളെല്ലാം കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലങ്ങളാണ്, പിടിച്ചെടുത്ത് കയറി വന്ന മണ്ഡലങ്ങളാണ്, അവിടെ വലിയ മാറ്റം ഉണ്ടാക്കിയ മണ്ഡലങ്ങളാണ്. ശരിക്കും BJP ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ 25% വ്യത്യാസം. അതാണ് മനോഹർലാൽ ഖട്ടറിലേക്ക് എടുത്ത് ദൂരെ കളഞ്ഞത്. കാരണം അല്ലെങ്കിൽ അവിടെ ഒരു ബി ജെ പി ഒരു എന്താണ് മുഖ്യമന്ത്രി പോസ്റ്റിലിരുന്ന ഒരാളെ എടുത്ത് മാറ്റണമെങ്കിൽ എത്ര കാര്യം ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരാളെ മാറ്റിക്കൊണ്ടുവരണം. അതിന് 0.6%-ലേക്കാണ് പറയുന്നത്. അപ്പോൾ ഈ 2 സീറ്റിൽ മാത്രം ജയിച്ച് അധികാരത്തിൽ വന്ന ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയാണെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഈ കുറഞ്ഞതിനേക്കാളും കൂടുതൽ ഓതൻറ്റിസിറ്റി ഉള്ള വാർത്താ സമ്മേളനം ഇന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. കാരണം കർണാടകയിൽ എന്താണ് കോൺഗ്രസ് അധികാരത്തിൽ വന്ന സ്ഥലമാണെന്നെങ്കിലും പറയാം. ഇതത് പറയാൻ കഴിയില്ല. 25% വോട്ട് എന്താണ് ഹൈക്കൊന്നും കർണാടകയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ 25% വോട്ട് ഹൈക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം BJP എങ്ങനെയാണ് ഈ പറയുന്ന സംവിധാനങ്ങളെ കൈകാര്യം ചെയ്തത് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പണ്ട് ഈ മീറ്റ് ജഡ്ജസിൽ ചർച്ച ചെയ്ത സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ഈ ഡിജിറ്റൽ സംവിധാനം എന്ന് പറയുന്നത് എല്ലാത്തിലും കടന്നു കയറാൻ പറ്റുമെന്ന്. ഒരു ടൂൾ ഉണ്ടാക്കിയാൽ ചിലപ്പം വലിയ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും. അതൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും നടക്കുകയില്ല എന്ന് പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയിട്ട് ജ്ഞാനേഷ് കുമാർ പറയുന്നത് എന്താണ്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് അങ്ങനെ ഒരു കാര്യം നടക്കില്ല. അങ്ങനെ കാര്യം നടക്കില്ല എന്ന് പറയുന്നത് ഇവിടുന്ന് ചന്ദ്രനിലേക്ക് റോക്കറ്റിൽ ആളെ വിടുന്ന കാലമാണ്. മനസ്സിലായില്ല? ഇവിടെ ഇരുന്നിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന കാലമാണ്. മുഴുവൻ ടൂൾ വെച്ചിട്ടാണ്, AI ടൂൾ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്ന ലോകത്തിരുന്നിട്ട് പറയാണ് അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് പറയും. സ്വന്തം കണ്ണടച്ചിട്ട് പറയുകയാണ് ഇവിടെ മുഴുവൻ ഇരുട്ടാണ്, നിങ്ങളെല്ലാവരും ഇരുട്ടിലാണ് ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പം ആരാ കണ്ണടച്ചിരിക്കുന്നത്? അദ്ദേഹം തന്നെ കണ്ണടച്ചിട്ട് പറയുകയാണ് നിങ്ങളെല്ലാം ഇരുട്ടിലാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പം കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഇത് കേരളത്തിൽ മാത്രമേ നടക്കാത്തുള്ളൂ കേട്ടോ. ഇന്ന് നമ്മുടെ മുന്നിലൊരു വലിയൊരു തെളിവുണ്ട്. എന്താണ്? ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കേരളത്തിൽ വോട്ട് ചെയ്യിക്കും എന്ന് പറഞ്ഞില്ലേ. ഇന്ന് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട BJP നേതാവ് എന്ന് പറയാം അതേ ഇല്ലാതെ പറയുന്നത്, അത് വ്യാജാണെന്ന് പറയാം. എങ്ങനെ അത് പറയാൻ കഴിയുന്നേ? നമ്മുടെ മൈക്കിൽ നമ്മുടെ ആൾക്കാരോട് നേരിട്ട് പറയും. നമ്മൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഹെഡ്ലൈനായി കൊടുത്ത വാർത്ത ഇന്നൊരു കേന്ദ്രത്തെ BJP നേതാവ് പറയാണ് അതില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ? ഇങ്ങനെയായിരിക്കും പലതും അങ്ങനെയാണ് പറയുന്നുണ്ടാവുക. ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു മലയാള ഭാഷയാണല്ലോ. ഇത് ബാക്കി കാരണം കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മലയാള ഭാഷയായതുകൊണ്ട് മറ്റുള്ള ഹിന്ദി സംസാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് അതങ്ങനെയൊന്നും സാരമില്ല. അപ്പോൾ ഞാൻ കാണുന്നത് പണ്ട് ശ്രീനിവാസൻ പറയുന്ന പോലെയാണ്, നിങ്ങൾ ദുബായി പോയിട്ടുണ്ടോ? ദുബായി പോയിട്ടില്ല, എന്നാൽ ദുബായ് ഇല്ലേ? ദുബായ് ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഈ അവസ്ഥ. കാരണം ഇങ്ങനെ ഒരു കോവാലേഷനും ഇല്ല, ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുമില്ല, ഇങ്ങനെ കാശ്മീരിൽ നിന്ന് വോട്ട് വരുമെന്ന് ഞാനിട്ട് പറഞ്ഞിട്ടുമില്ല. ഇതാണ് പറയുന്നത്. ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത്. അപ്പം മലയാളികൾ നമുക്കിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും, ഇതെങ്ങനെയാണ് നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ട സ്ഥലമായിരുന്നു, അധികാരത്തിൽ വരേണ്ട സ്ഥലമായിരുന്നു. 2 വോട്ടിന് പിന്നിൽ പോയി, 0.6% വോട്ടിന് പിന്നിൽ പോയി എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും രാഹുൽ ഗാന്ധിയുടെ കാരണം വളരെ ശക്തമായ രീതി പഠിച്ചിട്ടാണ് കേട്ടോ. അതുപോലെ കാർഡടച്ച് വെടി വെക്കുന്ന പരിപാടിയൊന്നുമില്ല, എല്ലാം ഡാറ്റ വെച്ചിട്ടാണല്ലോ പറയുന്നത്. ഇത് മാധ്യമപ്രവർത്തകരെ കൊണ്ട് തന്നെ വായിപ്പിക്കുകയാണ്, ഓരോ ഡാറ്റയും വായിപ്പിച്ചിട്ടാണ് പറയുന്നത് ഇത് വായിച്ചു നോക്കൂ, ഈ പേര് വായിച്ചു നോക്കൂ എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പം തെരഞ്ഞെടുപ്പ് ബൂത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് പോലും ഒരു സ്ത്രീനെ കണ്ടാൽ തിരിച്ചറിയില്ല. കാരണം അവരെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ബ്ലറായിട്ട് കൊടുത്തേക്കാണ്. കാരണം അവർക്ക് പോലും എന്താ തിരിച്ചു. അപ്പം ഒരു സ്ത്രീ വോട്ട് ചെയ്യാൻ വന്നു, എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ശ്രമിച്ച ഉദ്യോഗസ്ഥന് പോലും പറയാൻ കഴിയില്ല. കാരണം എന്താ, അതേപോലെ ലക്ഷ്മിയാണ്, ഇത് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിവിടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവരോടുള്ള ഒരു ജെന്യുവനാണെങ്കിൽ അവരോട് ചെയ്യുന്നൊരു ഏറ്റവും വലിയ ക്രൂരതയായിരിക്കില്ല അത്. കാരണം അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ തുല്യമാകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ച് സംവിധാനം ഉണ്ടാക്കുകയാണ്. അപ്പം ഒരു 4-5 ആൾക്കാരെ ഫോട്ടോ, അപ്പം ഒരാളുടെ ഫോട്ടോ മാത്രം എടുത്ത് 22 വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേതാണ് ഈ ബ്രസീലിയൻ യൂതി എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്നത് നമ്മൾ കേരളത്തിലോ കർണാടകയിലോ ആന്ധ്രയിലോ UP-യിലുള്ളക്കാരാണ് പറയാം, UP-യിൽ കുറേ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു ബ്രസീലിയൻ യൂതിനെ വെച്ചിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഫെമിലിയറായ പേരുകൾ ഇടുക, ഒരു നമ്പറിൽ തന്നെ 500 വോട്ട് ചേർക്കുക, ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കൊള്ള നടന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറയുന്നത് സംസ്ഥാനം തന്നെ കൊള്ളയടിച്ചു എന്നുള്ളതാണ്. സംസ്ഥാനം കൊള്ളയടിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അധികാരം കോൺഗ്രസിന്റെ കയ്യിൽ ഇരുന്നേനെ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഒരു യുഗം അവസാനിക്കുകയും ഒരു ജനതയുടെ ആത്മാവ് ഉച്ചരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയം മാറുന്നു. ഇത് നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേട്ടപ്പോഴല്ല നെഹ്റുവിനെ ഓർമ്മിച്ചത്. നെഹ്റുവിനെ നമ്മളിന്ന് കേട്ടത് ന്യൂയോർക്കിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട മംദാനിയുടെ വാക്കുകളിലാണ് നെഹ്റുവിനെ ഓർമ്മിച്ചത്. ഈ എപ്പോഴും മാറ്റം സംഭവിക്കില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് മംദാനി ഒരു മുന്നറിയിപ്പാണ്. അവിടെ ലോക മുതലാളിത്തത്തിൻ്റെ ഈറ്റില്ലത്ത് പോയി ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞൊരു നേതാവ്
നെഹ്റുവിനെ ഓർമ്മിച്ചു എന്നുള്ളതാണ് ഈ ദിവസത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത. അത് കഴിഞ്ഞാൽ നമ്മൾ കാതോർത്തിരുന്നത് ആ നെഹ്റുവിൻ്റെ കൊച്ചുമകന് വേണ്ടിയുള്ള വാക്കുകളിലാണ്. നെഹ്റുവിൻ്റെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ഇന്ന് യഥാർത്ഥത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെ പൊള്ളിക്കുന്നതായി. രാഹുൽ ഗാന്ധി ഇതിനു മുമ്പും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അന്നും നമ്മൾ ഞെട്ടൽ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ഞെട്ടലേൽക്കാതെ പോയ ഒരേ ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ രാഹുലിൻ്റെ പ്രസംഗത്തിലേക്ക് വരാം. അതിൽ ആദ്യത്തേത്, മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് രാഹുൽ അന്നേ സൂചന നൽകിയതാണ്. നിർമ്മല സീതാരാമൻ്റെ പങ്കാളി കൂടിയ പരകാല പ്രഭാകർ തന്നെ അക്കാര്യം വളരെ വ്യക്തമായി നമ്മളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. എങ്ങനെയാണ് 5 മണിക്കു ശേഷം 6 മണിവരെ 76 ലക്ഷം വോട്ടർമാർ അധികമായി പോൾ ചെയ്തത്? 1% വർധനവ് മാത്രമുണ്ടാകേണ്ട പോളിംഗിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ എന്തുകൊണ്ടാണ് 7% വർധനവ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് എന്ന കണക്കെന്ന് പരകാല പ്രഭ ചോദിച്ചു. ഉത്തരം കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, മഹാരാഷ്ട്രയിൽ ആകെയുള്ള വോട്ടർമാർ 9 കോടി 70 ലക്ഷമാണ്. എന്നാൽ നോക്കൂ, അവിടെയുള്ള ആകെ ജനസംഖ്യ 9 കോടി 54 ലക്ഷമാണ്. പ്രായപൂർത്തിയായവരുടെ എണ്ണത്തിലുള്ള ജനസംഖ്യയുടെ കണക്ക് 9,54,000 ഈ വ്യത്യാസം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനും മറുപടിയില്ല. പിന്നെ രാഹുൽ വന്ന് ചോദിക്കുന്ന ചോദ്യം, കർണാടകയിൽ ബാംഗ്ലൂർ നോർത്തിൽ വിജയിച്ച PC മോഹന് 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് BJP ലഭിച്ചത്. എന്നാൽ ഓർമ്മിക്കണം, അതിനു മുൻപ് നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക വെസ്റ്റ് മണ്ഡലം ഉൾപ്പെടുന്ന 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 എണ്ണവും പിടിച്ചെടുത്ത കോൺഗ്രസ് 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേടിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ലോക്സഭയിലേക്ക് വരുമ്പോഴേക്കും 32,000 വോട്ടിന് BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാവുന്ന ഒരു സാഹചര്യം എങ്ങനെ വന്നു? ആ സംശയത്തിൽ നിന്നാണ് മഹാദേവ്പുര എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയത്. 1,280,000 വോട്ടുകളാണ് ഒരൊറ്റ മണ്ഡലത്തിൽ മാറിയത്. ആലോചിച്ച് നോക്കൂ, ആ വ്യത്യാസം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് കാര്യകാരണ സഹിതം വിശദീകരിച്ചു. ശകുൻ റാണി എന്ന് പറയുന്ന 70 വയസ്സുള്ള ഒരു വോട്ടറെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി പറഞ്ഞു, അതും BLOയുടെ മാർക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇവരിതാ 2 മണ്ഡലത്തിൽ വോട്ട് ചെയ്തതായി എൻ്റെ രേഖയിൽ പറയുന്നു. കൃത്യമായി ഏതൊക്കെ ബൂത്തുകളിൽ എന്നുള്ളതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി. അങ്ങനെ എണ്ണി കർണാടകയിലെ കാര്യം പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഞെട്ടിയില്ല. ഇപ്പോൾ ഇവിടെ ഹരിയാനയിലെ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു മണ്ഡലത്തിലെ വോട്ട് കൊള്ളയല്ല. അദ്ദേഹം പറയുന്നത് ഇത് സർക്കാർ വോട്ട് ചോരി എന്നാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഉപയോഗിച്ച വാക്കിതാണ്, ഒരു സംസ്ഥാന സർക്കാരിനെ തന്നെ തട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ള പദപ്രയോഗമാണ്. ഇത്രയും രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചിട്ടും എന്തേ കഴിഞ്ഞ തവണ മാപ്പും സത്യവാങ്മൂലവും പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന് ഇത്തവണ മാപ്പും സത്യവാങ്മൂലവും ഒന്നും വേണ്ടേ? ഇലക്ഷൻ കമ്മീഷൻ എന്താ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയാണ്, ഒരു പരാതിയും ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്നുള്ളത്. ഡാഷ്ബോർഡിൽ നോക്കിയാൽ കാണാം 22 പരാതികൾ അന്നുണ്ടായിരുന്നു. അതിൽ 19 എണ്ണം കോൺഗ്രസ് തന്നെ സമർപ്പിച്ചതാണെന്ന് പിന്നീട് തെളിഞ്ഞു വന്നതും കണ്ടു. എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ഈ കർണാടകയിൽ സംഭവിച്ചതുപോലെ ഇവിടെ അങ്ങനെയല്ല. മൊത്തം 2 കോടി വോട്ടർമാരെ ഹരിയാനയിലുള്ളൂ. അതിൽ 25 ലക്ഷവും വ്യാജ വോട്ടാണ് എന്ന് പറഞ്ഞാൽ 8 പേരിൽ ഒരാൾ വ്യാജ വോട്ടറാണ് ഹരിയാനയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞെട്ടണ്ടേ? ആരും ഞെട്ടി. നമ്മുടെ കർണാടകയിലെ കാര്യത്തിൽ വോട്ട് ചോരിയെക്കുറിച്ചുള്ള വലിയ പത്രസമ്മേളനം നടത്തിയപ്പോൾ ലൈവ് ചെയ്യാതിരുന്ന അതേ ദേശീയ മാധ്യമങ്ങൾ ഇന്നും ഇത് ലോകത്തെ കാണിക്കാതിരിക്കാൻ പരമാവധി ജാഗ്രത പുലർത്തി. പ്രിന്റ് മീഡിയയിലും ഓൺലൈനിലുമാണ് ഇത് അധികവും പബ്ലിഷ് ചെയ്തു വന്നത്. പിന്നീട് അത് മാറ്റി നിർത്തിയാൽ പ്രാദേശിക മാധ്യമങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് തന്നെ ഇതൊന്നും കേട്ടാൽ ഇനി ഞെട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ജനാധിപത്യത്തെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എതിർപ്പ് പറയാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നയിക്കുന്നയാളുടെ പേര് ലിങ്ഡോ എന്നല്ല. അന്ന് 2002 ഗുജറാത്തിലെ റൈറ്റ് നടക്കുന്ന സമയത്ത് റൈറ്റ് നടന്ന സ്ഥലങ്ങൾ നേരിട്ട് പോയി കണ്ട് ഈ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവാദം കൊടുക്കില്ലെന്ന് പറഞ്ഞ ലിങ്ഡോ ഒടുവിൽ ആ ലിങ്ഡോയെ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ മതവുമായിട്ട് കൂട്ടി ചേർത്ത് രാജീവ് ഗാന്ധി ലിങ്ഡോയെ കണ്ടിട്ടുണ്ടാവും എന്ന മറ്റോ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ ആളാണ് ഈ പറയുന്ന. അഥവാ അവരുടെ പാരമ്പര്യം സോണിയാഗാന്ധിയുമായി കൂട്ടിച്ചേർത്ത് വായിക്കാൻ ശ്രമിച്ച ഒരു നേതാവുണ്ട് നമ്മുടെ നാട്ടിൽ. ലിങ്ഡോയല്ല, അശോക് ലവാസയല്ല. 5-ൽ 4 എണ്ണവും വന്ന് പ്രധാനമന്ത്രിക്കെതിരെയാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. മതം ഉപയോഗിച്ചു, ആർമിയെ ഉപയോഗിച്ചു. 2019 ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിലും ക്ലീൻ ചിറ്റ് കൊടുത്തു. പക്ഷേ അപ്പോഴും ഡിസെൻഡിംഗ് നോട്ട് എഴുതിയ അശോക് ലവാസ ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷനിൽ. ഇന്ന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ ഇരിക്കുന്ന ജ്ഞാനേഷ് കുമാറിന് ഈ നരേന്ദ്രമോദി പറയുന്ന വാക്കിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന സർക്കാർ വോട്ട് ചോരിയുടെ തെളിവുകൾ. ഞെട്ടിക്കുന്ന കണക്കുകളല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നേരത്തെ പിയാ സുനിൽ പറഞ്ഞതുപോലെ 5 ലോക്സഭാ സീറ്റുകളാണ് BJP നേടുന്നത്. 5 ലോക്സഭാ സീറ്റുകൾ 0-ൽ നിന്ന് 5-ലേക്ക് ഉയർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഖട്ടർ ഗവൺമെന്റിനെതിരെയും ഒപ്പം തന്നെ
ഈ പറയുന്ന നൈനീത് സിംഗ് ഗവൺമെന്റിനെതിരെയും ഹരിയാനയിൽ ആഞ്ഞടിക്കുന്ന സമയം ഭൂപീന്ദർ സിംഗ് ഹൂഡ ഏറെക്കുറെ വിജയം ഉറപ്പിച്ചതാണെന്നേ. അന്ന് നോക്കൂ, പുറത്തു വന്ന 5 പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകൾ ഇന്ന് രാഹുൽ ഗാന്ധി അത് അവതരിപ്പിക്കുന്നുണ്ട്. ദൈനിക് ഭാസ്കറിൽ പറയുന്നു ആകെയുള്ള 90 സീറ്റുകളിൽ 54 സീറ്റും കോൺഗ്രസ് നേടും എന്ന് ദൈനിക് ഭാസ്കർ പറയുന്നു. BJPക്ക് 29. ന്യൂസ് 24 പറയുന്നു 62 ഇടങ്ങളിൽ കോൺഗ്രസ് വിജയിക്കും, BJP 24 സീറ്റുകളിലേക്ക് ഒതുങ്ങും. PMark പറയുന്നു 65 ഇടങ്ങളിൽ കോൺഗ്രസ് വിജയിക്കും, 27 ഇടങ്ങളിൽ BJP ഒതുങ്ങും. ഇന്ത്യ ടുഡേ പറയുന്നു 62 ഇടങ്ങളിൽ ഇന്ത്യ ടുഡേയും 58 ഇടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കും, 28 ഇടങ്ങളിലേക്ക് BJP ചുരുങ്ങും. പക്ഷേ റിസൾട്ട് വരുമ്പോഴോ എല്ലാ എക്സിറ്റ് പോളുകളെയും തകടം മറിച്ചുകൊണ്ട് റിസൾട്ട് വരുന്നു. റിസൾട്ടിൽ വരുന്ന കണക്കിതാണ് 48-37. ഭൂരിപക്ഷം വേണ്ടത് എത്ര? 46. ആകെയുള്ള 90 സീറ്റ്. അതിൽ 2 സീറ്റിൻ്റെ മാത്രം ബലത്തിൽ വരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 0.6% ഡിഫറൻസ്. രാഹുൽ ഗാന്ധി ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്താണെന്നറിയാമോ? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 33,000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള 25 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ 25 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഫലം നിശ്ചയിച്ചിരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 33,000-ൽ താഴെ ഉള്ള കോൺസ്റ്റിറ്റ്യുവൻസികൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കണക്കുണ്ട്. ഹരിയാനയിലെ 8 പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മൊത്തം കണക്കിലെടുത്താൽ 22,000 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം കേവലം 22,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ 22,000 വോട്ട് എങ്ങനെ വന്നു എന്നതിൻ്റെ കണക്ക് പറയുമ്പോഴാണ് 25 ലക്ഷം വ്യാജ വോട്ടർമാരുണ്ടായിരുന്നു. അതിനാണ് അദ്ദേഹം ബ്രസീലിയൻ മോഡലിനെ കാണിച്ചുകൊണ്ട് പറയുന്നത് സ്വീറ്റി എന്നും വിമല എന്നും സരസ്വതി എന്നും ഒക്കെ പേരിൽ ഇതുവരെ ആ ബ്രസീലിയൻ മോഡൽ ആർക്കും കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. മാറ്റിയസ് ഫെറാറോ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു മോഡലാണ്. ആ മോഡൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ തിരഞ്ഞെടുക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ ഐഡിയിൽ എങ്ങനെയാണോ തലയുടെ അജിത്തിൻ്റെ ചിത്രം കൊണ്ടുവരുന്നത് എന്നതുപോലെ ഇവിടെ ഒരു ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്തിട്ട് 10 ബൂത്തുകളിലായിട്ട് 22 ID അങ്ങ് വിതരണം ചെയ്യുകയാണ്, സുന്ദരിയായ ഒരു ബ്രസീലിയൻ മോഡലിനെ വെച്ചുകൊണ്ട്. രാഹുൽ ഗാന്ധി ചോദിക്കുന്നു ഇതാരെന്ന് നിങ്ങൾക്കറിയാമോ? നേരത്തെ പിയാസുൽ പറഞ്ഞതുപോലെ അവിടെയും തീരുന്നില്ല. ഒരു വോട്ടർ 223 തവണ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു വരുമ്പോഴാണ് മൊത്തം കണക്കുകൾ പറയുന്നു. ഒരാൾക്ക് 223 വോട്ട്, ഒരാൾ ഒരു ഫോട്ടോയിൽ 100 വോട്ട് രേഖപ്പെടുത്തുന്നു. UP വോട്ടർ ID ഉള്ള ഗ്രാമമുഖ്യൻ ഹരിയാനയിൽ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിനുശേഷമാണ് പറയുന്നത് നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റ് പ്ലേ ചെയ്യാണ്. കിരൺ റിജിജു പറഞ്ഞത് എന്താ? ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ ലൈബ്രറിയിലടക്കം നമ്മളടക്കം വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിൽ കേരളത്തിൽ തന്നെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതാണ്. കാശ്മീരിൽ നിന്ന് പോലും വോട്ടർമാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ ജനാധിപത്യത്തിലെ അട്ടിമറിയുണ്ടോ? അതാണ് രാഹുൽ ഗാന്ധി ഇന്ന് എടുത്തു കാണിച്ചത്. അതാണ് കിരൺ റിജിജുവിന് അത് വ്യാജ വീഡിയോ ആയിട്ട് മാറിയത്. 19 ലക്ഷം ബൾക്ക് വോട്ടർമാർ, 5,21,619 ഇരട്ട വോട്ടുകൾ, 93,174 വ്യാജ മേൽവിലാസങ്ങൾ, മൊത്തം 25 ലക്ഷം വ്യാജ വോട്ട്. തീർന്നില്ല. 3.5 ലക്ഷം വോട്ടർമാരെ ഈ ഹരിയാനയിൽ നിന്ന് തന്നെ ഇറേസ് ചെയ്ത് കളഞ്ഞു. ആ 3.5 ലക്ഷം വോട്ടർമാരിൽ 2.25 ലക്ഷവും കോൺഗ്രസിനോട് അനുഭവമുള്ള വോട്ടർമാരുടെ പേരുകൾ. എത്ര വോട്ടിനാ ജയിച്ചത്? 22,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കണം. ആ 8 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷമാണ് ഈ ട്വിസ്റ്റ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ അപ്പോഴും നമ്മൾ നിശബ്ദരായിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദരായിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഒഴുക്കൻ മട്ടിൽ പരാതികളൊന്നും വന്ന് തന്നില്ലല്ലോ എന്ന മട്ടിലെതിരെ മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് അപകടകരമായി ഇന്ത്യൻ ജനാധിപത്യം ഒരു വഴിത്തിരിവിലാവുന്നു എന്ന സന്ദേശം രാഹുൽ ഗാന്ധി നൽകുന്നത്. രാഹുൽ ഗാന്ധി കേൾപ്പിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തിയ ദേശീയ മാധ്യമങ്ങൾക്കും ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ രാഹുൽ പറഞ്ഞത് ആവർത്തിച്ച് പ്രതിഫലിപ്പിച്ചുകൊണ്ടും പ്രതിധ്വനിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. കേൾക്കുന്നത് വരെ നമ്മൾ ശബ്ദിക്കുക എന്നുള്ളതാണ്. ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ന്യൂയോർക്ക് നഗരത്തിൽ ഒരു നഗരപിതാവായിട്ടൊരു സോഷ്യലിസ്റ്റുകാരൻ നെഹ്റുവിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഡൊണാൾഡ് ട്രംപ് വലിയ ആത്മവിശ്വാസത്തിലല്ലേ ആൻഡ്രൂ കുമോയി നിർത്തിയത്. അവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ചു കയറി വരാൻ കഴിയുന്നത് ഈ മംദാനിക്ക് എന്നുള്ളത് പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഒരിക്കൽ ഇന്ത്യ കേൾക്കും. അന്നത് ശരിയായിരുന്നുവെന്ന് സാക്ഷ്യം എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ക്രിസ്റ്റൽ ക്ലിയർ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളും ഇന്നത്തെ പത്രസമ്മേളനത്തിലേത്. അത് കർണാടകയിലുള്ളതിനേക്കാൾ മഹാരാഷ്ട്രയിൽ കുറിച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റി ഇന്നുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. 5 പേരുടെയും നിലപാടും അത് തന്നെയാണ്. ക്രിസ്റ്റൽ ക്ലിയറായ തെളിവുകളാണ് രാഹുൽ ഗാന്ധി ഇന്ന് നൽകിയത്.
Meet the editors.